ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റ് നടക്കുംതോറും തെളിയും വഴികൾ. അതിലെ 2ാമത്തെ പാഠഭാഗമാണ് സ്മാരകം. ഇത് വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിവിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പാഠഭാഗം വിശദീകരിച്ച് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. നിങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ പ്രവേശകമായി കൊടുത്തിരിക്കുന്ന വരികൾ എന്താണ്? ഇളം കാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക് പറവയുടെ വഴികൾ തെളിയുന്നു. ഇതാണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്ന വരികൾ. ഇളം കാറ്റിലൂടെ പറക്കുന്ന പറവകളുടെ തൂവലുകൾ കൊഴിഞ്ഞു പോകുന്നത് അവർ ശ്രദ്ധിക്കാറില്ല. അവർ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്, യാത്രയാണ്. ലക്ഷ്യത്തിലേക്കുള്ള ആ യാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൊന്നും തളരാതെ അവ യാത്ര തുടരുകയാണ്. സത്യത്തിൽ നമ്മൾ മനുഷ്യരുടെ ജീവിതവും ഒരു യാത്രയാണ്, അല്ലേ? തടസ്സങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് പോവുകയാണ്. അതിൽ നിന്നുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിത പാഠങ്ങളായി മാറുന്നത്. ഭൂമിയിലെ ഏറ്റവും വിനീതമായൊരു പറക്കലിനെ അവതരിപ്പിക്കുന്ന കവിതയാണ് പ്രശസ്ത കവി വീരാൻകുട്ടിയുടെ സ്മാരകം എന്ന കവിത. ഒരു വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്ന അപ്പുപ്പൻ താടിയുടെ പറക്കലിനെ കുറിച്ചാണ് ഇതിൽ വർണ്ണിക്കുന്നത്. അപ്പുപ്പൻ താടിയുടെ ഒരു ചെറിയ എളിയ ശ്രമമാണ് പിന്നീട് വലിയൊരു മരമായി, ഒരു സ്മാരകമായി മാറുന്ന കാഴ്ചയായി കവി വർണ്ണിക്കുന്നത്. നമ്മൾ മനുഷ്യരും സ്വന്തം കഴിവുകൾ കണ്ടെത്തി വഴി വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവരാണ്, അല്ലേ? അങ്ങനെ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവരെയാണ് നാം ധീരന്മാരെന്ന് അല്ലെങ്കിൽ മഹാന്മാരെന്ന് പറയുന്നത്. സ്വന്തം കണ്ടെത്തലുകൾ ജീവിത പാഠങ്ങളായി മാറുന്ന കാഴ്ച, കാലത്തെ അതിജീവിക്കുന്ന അവരുടെ പ്രയത്നം, അതുതന്നെയാണ് അപ്പുപ്പൻ താടിയിലൂടെ അല്ലെങ്കിൽ സ്മാരകം എന്ന കവിതയിലൂടെ നാം ഉൾക്കൊള്ളേണ്ടതും. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പുപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായി കാണണം. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച്. അപ്പുപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായ ഒരു ശ്രമമായിട്ടാണ് കവി വർണ്ണിക്കുന്നത്. ചിറകുകളില്ല, ദേശാന്തരം വിധിച്ചിട്ടില്ല, ദേശാന്തരം പറന്ന് നടക്കുന്നില്ല പക്ഷികളെപ്പോലെ, ആകാശവും സ്വന്തമല്ല, എന്നിട്ടും അത് പറക്കുന്നു അമ്മ കുഞ്ഞിനെ എന്ന പോലെ കരുതലോടെ വിത്തിനെ മടിയിൽ വെച്ച്. പക്ഷികളല്ലേ പറക്കുന്നത്, അല്ലേ? അവയാണ് ദേശാന്തരങ്ങൾ കടന്ന് അനന്തമായ ആകാശത്തിലൂടെ സ്വച്ഛന്തം വിഹരിക്കുന്നത്. പക്ഷേ ഇതൊന്നുമില്ലെങ്കിലും പറക്കാനുള്ള ശക്തി തിരിച്ചറിഞ്ഞ് സ്വന്തം വഴിയിലൂടെ പറക്കുകയാണ് അപ്പുപ്പൻ താടി. ആകാശത്തിലൂടെ സ്വന്തമായി പറക്കാൻ അപ്പുപ്പൻ താടിക്കാവില്ല. കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പോകാനേ അതിന് പറ്റുകയുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? അപ്പുപ്പൻ താടി അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന കരുതൽ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് പറക്കുകയാണ്. ഒരു കാലത്ത് താൻ ഇല്ലാതായാൽ താനായി മാറാനുള്ള വിത്തിനെയും പേറിക്കൊണ്ടുള്ള യാത്ര. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കും എന്ന കവിത അതിനറിയില്ല. അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു. അത് കാണും സ്വപ്നത്തിലെ മരത്തിൻ്റെ തണലിൽ നാളെ ഒരാൾ വന്നിളവേൽക്കുമെന്ന് അപ്പുപ്പൻ താടിക്ക് അറിയില്ല. പുറത്തു നിന്നുള്ള അറിവോ സ്വാധീനമോ ഒന്നും അതിനില്ല. എങ്കിലും അറിവില്ലായ്മയുടെ ഭാരക്കുറവിനാൽ അത് പറക്കുകയാണ്. കാരണം വലിയ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഒന്നും അപ്പുപ്പൻ താടിയെ അലട്ടുന്നില്ല. അതുകൊണ്ടാണ് അറിവില്ലായ്മയുടെ ഭാരക്കുറവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മനുഷ്യരായ നാം ചെയ്യുന്നത് എന്താണ്? നമ്മൾ മക്കളെക്കുറിച്ച് വളരെ പ്രതീക്ഷ പുലർത്തുകയാണ്. ആ പ്രതീക്ഷയാകട്ടെ വലിയൊരു ഭാരമായിട്ട് മക്കൾക്ക് മാറുകയും ചെയ്യുന്നു. അതിനെ പക്ഷി എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചുകൂടി ദൂരം പോയേക്കും. ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും. ആരുമറിയാതെ നാളെ ഒരു മരം. അപ്പുപ്പൻ താടിയെ ഒരു പക്ഷി
എന്ന് വിളിക്കാതിരിക്കാൻ നാം കാണിക്കുന്ന കരുണയിൽ അത് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയേക്കും എന്നാണ് കവി പറയുന്നത്. ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വരി ഇതാണ് ധീരമെങ്കിലും എളിയ അതിൻ്റെ ശ്രമം വീണു പോകുന്നിടത്ത് സ്മാരകമായി ഉയർന്നു വന്നേക്കും ആരുമറിയാതെ നാളെ ഒരു മരം. ധീരമായ എളിയ ശ്രമം എന്നാണ് അപ്പുപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഇതിന് ഒരുപാട് അർത്ഥതലങ്ങളാണ് കവി ഇവിടെ പറയുന്നത്. അതായത് കവിതയുടെ തുടക്കത്തിൽ അപ്പുപ്പൻ താടിയുടെ പറക്കലിനെ എങ്ങനെയാണ് എളിയ പറക്കൽ, വിനീതമായൊരു പറക്കൽ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ കവിതയുടെ അവസാനമായ ഭാഗത്ത് അതൊരു ധീരമായ പറക്കലായി കവി മാറ്റുകയാണ്, അല്ലെങ്കിൽ മാറുകയാണ്. ചിറകുകളും ദേശാന്തരങ്ങളും ആകാശവും സ്വന്തമായി ഇല്ലാത്തവൻ്റെ പറക്കൽ ഒരു വെറും പറക്കലല്ല, അതൊരു പ്രയാണമാണ്. എങ്ങോട്ടെന്നില്ലാതെ ലക്ഷ്യമറിയാതെയുള്ളൊരു പ്രയാണം, ഇല്ലേ? ഭൂമിയിലെ ഏറ്റവും ലളിതമായ ഒന്നിൻ്റെ പ്രയാണം. അതിനെ ശ്രദ്ധിക്കാനും അതിനെ വഴി കാണിച്ചു കൊടുക്കാനും മുന്നോട്ട് നയിക്കുവാനും ആരുമില്ല. അതായത് ഒന്നുമില്ലാത്തവനും ഭൂമിയിൽ ഏറ്റവും ചെറിയവനും സ്വന്തമായി ആകാശവും ചിറകുകൾ ഇല്ലാത്തവനും പറക്കാൻ സാധിക്കുമെന്നുള്ള ഭൂമിയുടെ അടയാളമാണ് അപ്പുപ്പൻ താടിയുടെ പറക്കൽ. എന്താ പറഞ്ഞത് മനസ്സിലായോ? അതായത് ഭൂമിയിൽ ഏറ്റവും ചെറിയവനായാലും സ്വന്തമായി ആകാശവും ചിറകുകൾ ഇല്ലാത്തവനുമായാലും പറക്കാൻ സാധിക്കും. അതായത് നമ്മിൽ നിന്ന് സ്വയമേവ ഉണ്ടാകുന്ന ആ ഒരു ഊർജം, ആ ഊർജമാണ് നമ്മളെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ അപ്പുപ്പൻ താടി എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എന്ന പോലെ തൻ്റെ വിത്തിനെയും പേറിക്കൊണ്ട് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെവിടെ ചെന്നെത്തുമെന്നതിനറിയില്ല. ആകാശത്തിൻ്റെ അതിർവരമ്പുകളൊന്നും അതിനെ നിശ്ചയിച്ചിട്ടില്ല, കാരണം അതിനെ വഴി കാണിക്കാൻ ആരുമില്ല. അപ്പുപ്പൻ താടി എന്താ ചെയ്യുന്നത്? വരും തലമുറയെ കയ്യിലൊതുക്കി വീണിടത്ത് നിന്നും ഉയർത്തെഴുന്നേറ്റ് പോവുകയാണ്. ആ അപ്പുപ്പൻ താടിയെ പുകഴ്ത്താനോ പ്രോത്സാഹിപ്പിക്കാനോ ഇല്ല, ആരുമില്ല. വീണിടത്ത് നിന്ന് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് മറ്റ് ദിശകളിലേക്ക് പാറി പറന്നു പോകണം. വെറും പറക്കലല്ല, വരും തലമുറയെ പേറിക്കൊണ്ടുള്ള പറക്കലാണ്. താൻ ഇല്ലാതായാൽ പോലും തനിക്ക് പകരം ഇവിടെ തൻ്റെ സ്മാരകമായി അവശേഷിക്കാൻ, അല്ലെങ്കിൽ മറ്റൊരു മരമായി മാറാൻ ഉള്ള വിത്തിനെയാണ് അപ്പുപ്പൻ താടി പേറിക്കൊണ്ട് അല്ലെങ്കിൽ വഹിച്ചുകൊണ്ട് പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ വരാനിരിക്കുന്ന നാളുകളെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ല, എങ്കിലും സ്വയം വഴിതെളിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പുപ്പൻ താടി. അപ്പോൾ മനുഷ്യരും അങ്ങനെ ആവണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു, ഇനി ആരും സഹായിക്കാനില്ല, എനിക്ക് ഒന്നുമില്ല എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ സമയവും കാലവും ഒന്നും നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നാം തന്നെയാണ് ശക്തി പകരേണ്ടത്. ഈ ചെറിയ അപ്പുപ്പൻ താടി എന്ന ആ ഒരു വെറും കാറ്റിൻ്റെ ഗതിക്ക് അനുസരിച്ച് പറക്കുന്ന വിത്തിനെ പേറിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു വസ്തുവാണ്, അല്ലേ? ആ സ്മാരകമായിട്ട് തനിക്ക് ശേഷം തൻ്റെ തലമുറ അല്ലെങ്കിൽ തൻ്റെ സ്മാരകമായിട്ട് വരാൻ, ഒരു മരമായിട്ട് വരാൻ ഉദ്ദേശിക്കുന്ന ആ വിത്തിനെയും കൊണ്ടാണ് അപ്പുപ്പൻ താടി പോകുന്നത്. സ്മാരകം എന്ന കവിത എഴുതിയിരിക്കുന്നത് ആധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ കവികളിൽ ഒരാളായ വീരാൻകുട്ടിയാണ്. അദ്ദേഹം 7 കവിതാ സമാഹാരങ്ങളും കുട്ടികൾക്കുള്ള നോവലുകളും ഒരു കഥാപുസ്തകവും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലൊക്കെ പാഠപുസ്തകമായി വന്നിട്ടുണ്ട്. അദ്ദേഹം കോളേജ് അധ്യാപകനാണ്. പഠന പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്: അപ്പുപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായൊരു ശ്രമമായി കാണണം. കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം? കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അപ്പുപ്പൻ താടിയുടെ പറക്കത്തെ മനോഹരമായിട്ടുള്ളൊരു ശ്രമമായിട്ട്, അല്ലെങ്കിൽ എളിയൊരു ശ്രമമായിട്ട് കാണണം എന്നാണ് കവി കവിതയുടെ തുടക്കത്തിൽ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അത്രയും ലളിതമായിട്ട് ആണ് ഈ യാത്രയെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചിറകുകളില്ലാതിരുന്നിട്ടും സ്വന്തമായി പറക്കാൻ ഇടമില്ലാതിരുന്നിട്ടും ദേശാന്തരങ്ങൾ താണ്ടാൻ അതിന് കഴിയാതിരുന്നിട്ടും അതിൻ്റെ പറക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരമ്മ കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെ കാക്കുന്നു എന്നതുപോലെ
തൻ്റെ വിത്തിനെ അത്രമാത്രം കരുതലോടെ കാത്തുകൊണ്ട് പറക്കുകയാണ് അപ്പൂപ്പൻ താടി. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കുഞ്ഞിനെ എന്ന പോലെ വിത്തിനെ മടിയിൽ വെച്ച് എന്ന പ്രയോഗത്തിൻ്റെ പൊരുൾ എന്താണ്? ചർച്ച ചെയ്യുക. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെയാണ് ശ്രദ്ധിക്കുന്നത്? എല്ലാവർക്കും അറിയാം അല്ലേ? നിങ്ങളെയൊക്കെ എത്ര കരുതലോടെ സ്നേഹിച്ച് ലാളിച്ച് അല്ലേ അത്രയും ആരോഗ്യത്തോടെ ഇരിക്കാൻ അമ്മ എന്തുമാത്രം എത്രയോ രാത്രികൾ ഉറങ്ങാതെയൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇപ്പോഴും നിങ്ങളെ പ്രതിയാണ് അമ്മമാർ വ്യാകുലപ്പെടുന്നതും. എൻ്റെ കുട്ടികൾ പഠിച്ചു മിടുക്കരാവണം, നല്ല സ്വഭാവത്തിൽ വളരണം, അതിനാണ് പ്രാധാന്യം. ഓക്കെ, അപ്പോൾ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എത്രമാത്രം കരുതലോടെയാണ് നോക്കുന്നത്, അത്രയും കരുതലോടെ തന്നെയാണ് തൻ്റെ വിത്തിനെ മടിയിൽ വെച്ച് യാതൊരു ഭാരവും അറിയാതെ അത് പറന്നു പോകുന്നത്. തൻ്റെ പറക്കൽ തുടരുകയാണ് അപ്പൂപ്പൻ താടി. കുഞ്ഞ് അമ്മയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അമ്മയുടെ നാളെ എന്ന് പറയുന്നത്, നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് കുഞ്ഞിലൂടെയാണ്. നിങ്ങൾ ഓരോരുത്തരും നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്വഭാവത്തോടു കൂടി പഠിച്ച് വളർന്ന് മിടുക്കരാവുക അല്ലേ? സ്വന്തം കാലിൽ നിൽക്കാൻ ത്രാണിയുള്ളവരാവുക, ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഏത് പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാനുള്ള ശക്തി ആർജിക്കുക. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അത്രമേൽ ഭദ്രമായി തൻ്റെ തലമുറകളെ കയ്യിലൊതുക്കുകയാണ് ഒരമ്മയെ എന്ന പോലെ അപ്പൂപ്പൻ താടി. ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാമാണ്? നേരത്തെ പറഞ്ഞതാണ് ധീരമായ എളിയ ശ്രമം എന്നുള്ള ആ വരികൾക്ക് കൂടുതൽ വിശദീകരണം കൊടുത്തതാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ, മഹത്തായ ജീവിതയാത്രയെ ആവിഷ്കരിക്കുകയാണ് കവി. ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. വിത്ത് എന്നുള്ളത് ഭൂമിയുടെ കുഞ്ഞുങ്ങളാണ് അല്ലേ? നാളുകൾക്ക് വേണ്ടി ഭൂമി ഭദ്രമായി കരുതി സൂക്ഷിക്കുന്നതാണ് വിത്ത്. എല്ലാറ്റിൻ്റെയും വിത്താണ് അടുത്ത തലമുറയ്ക്ക് പിറവി കൊടുക്കുന്നത്. ഇവിടെയും ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ മഹത്തായൊരു ജീവിതയാത്രയായിട്ടാണ് കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. സത്യത്തിൽ കവികൾ എല്ലാവരും തന്നെ പറയുന്നത് ജീവിതം ഒരു യാത്രയാണ്. ചിലർ പറയും ജീവിതം ഒരു നാടകമാണ് അല്ലേ? അങ്ങനെ പലതിനോടും നമ്മുടെ ജീവിതത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ജീവിതം ഒരു യാത്രയാണ്. ഓരോ വിത്തുകളിൽ നിന്ന് ആണ് ഓരോ യാത്രയുടെ തുടക്കം എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഓരോ യാത്രയും നമുക്ക് എങ്ങനെയാണ്? ഓരോ ജീവിത പാഠങ്ങളാണ്. പ്രപഞ്ചത്തിലെ നമുക്ക്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം, അല്ലെങ്കിൽ ഈ പ്രകൃതി നമുക്ക് നമ്മുടെ ഓരോ ദിനത്തിൻ്റെയും യാത്ര, അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് സമ്മാനിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പാഠങ്ങളാണ്, ജീവിത പാഠങ്ങൾ ഇല്ലേ? സ്മാരകം എന്ന കവിതയിലെ ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഒരു വിത്തിൻ്റെ വിനീതമായ യാത്രയെ, മഹത്തായ ജീവിതയാത്രയെ ആവിഷ്കരിക്കുകയാണ് കവി. ഈ പ്രസ്താവനയുടെ സാധുത വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇളംകാറ്റിൽ തൂവലുകൾ മണ്ണിലേക്ക് പറവയുടെ വഴികൾ തെളിയുന്നു. ഈ വാക്കുകളുടെ അർത്ഥം വിശദമാക്കുക. ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി വിശേഷിപ്പിക്കുന്നത്. വിശേഷണം നൽകുന്ന അർത്ഥസാധ്യതകൾ എന്തെല്ലാമാണെന്ന് കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ വീരാൻകുട്ടി എന്ന കവിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. സ്മാരകം എന്ന കവിതയ്ക്കൊരു ആസ്വാദനം കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ അതുകൂടാതെ സ്മാരകത്തിലെ അപ്പൂപ്പൻ താടിയും വംശത്തിലെ ഉറുമ്പും താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ ആദ്യ യൂണിറ്റിൽ വരുന്ന പ്രവേശകത്തിൽ വരുന്ന നടക്കും തോറും തെളിയും വഴികളെന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തി എഴുതുക.